എറണാകുളം കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണു. വടക്കുംഭാഗം സ്വദേശി വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിലാണ് ആന വീണത്. വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റിവിടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മലയാറ്റൂർ ഡിഎഫ്ഒ സ്ഥലത്തെത്തി ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുമെന്നും വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ നൽകുമെന്നും ഡിഎഫ്ഒ പി കാർത്തിക് പറഞ്ഞു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഇനി ആനയെ കരയ്ക്ക് കയറ്റേണ്ടതുണ്ട്. അതിന് നേരത്തെ JCB അടക്കമുള്ള സന്നാഹങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നത്? ജിൽസി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൽക്കാലത്തേക്ക് ഈ ജോലികൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ആന്റണി ജോൺ MLA ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മുമ്പും സമാനമായി ഈ സ്ഥലത്തേക്ക് ഇതുപോലെ സമാനമായ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ പാലിക്കപ്പെട്ടിരിക്കുന്ന ചില ഉറപ്പുകൾ, ഫെൻസിംഗ് അടക്കമുള്ള ഉറപ്പുകൾ അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. ആ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതിനെ തുടർന്ന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്ന ശേഷം മാത്രമേ നിലവിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകൂ എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്ക് MLAയുടെ പ്രതികരണത്തിലേക്ക് പോകാം. അത് ആലോചിക്കേണ്ടത് അവർ തന്നെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. 1 വർഷക്കാലം മുമ്പ് തൊട്ടപ്പുറത്ത് മുട്ടത്തുപാറയിൽ ഇതുപോലെ സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇനി ഇവിടെ അനുവദിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു നിലപാട് വേണം. എന്ന് ഈ ഫെൻസിങ്ങിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നേരത്തെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷം ചർച്ച നടത്തി പരിഹരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് ഇത്തരം പ്രവർത്തനത്തിലേക്ക് കടന്നത്. അത് വീണ്ടും തടസ്സപ്പെടുത്തുക? പ്രവൃത്തി തടസ്സപ്പെടുത്തുകയല്ല. ഞാൻ ചോദിച്ചൊരു പ്രവൃത്തി തടസ്സപ്പെടുത്തുകയല്ല. ഇവിടെ MLA എന്നുള്ള നിലയിൽ ഞാൻ കൂടി താല്പര്യം എടുത്തിട്ടാണല്ലോ പദ്ധതി വരുന്നത്. ആ പദ്ധതിയുടെ തുടർച്ചയിലുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായ അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിരുന്നു. അങ്ങനെ പെടുത്തുമ്പോഴും ഈ വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ആ നിലയിലുള്ള സമീപനമല്ല, അതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചത്. അവരിത് എന്തെങ്കിലും നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ചില ഉദ്യോഗസ്ഥരോട് നിലപാട് സ്വീകരിക്കുന്നത്. ആ കാര്യത്തിനകത്താണ് എനിക്ക് പ്രതിഷേധമുള്ളത്. വനം വകുപ്പിന്റെ വീഴ്ചയ്ക്കല്ല, ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണ് ഇവിടെ തടസ്സമായിട്ട് വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് തടസ്സം എന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വർക്കാണ്. അത് ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇപ്പം അതിന്റെ വർക്ക് നടക്കുന്നത് അവിടെ ആരംഭ ഭാഗത്ത് പിണ്ടിവന പഞ്ചായത്തിലെ കുറച്ച് പ്രദേശത്താണ് വർക്ക് നടക്കുന്നത്. ഈ കോട്ടപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വർക്ക് ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിനകത്ത് ഒരു കൃത്യത വേണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. എന്താണ് തടസ്സമെന്ന് അവരാണ് പറയേണ്ടത്. എന്താണ് തടസ്സമെന്ന് ഞാനല്ല പറയേണ്ടത്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്. ധനസഹായം ഒക്കെ അതിനകത്തൊന്നും എനിക്ക് തർക്കമില്ല. ഇതിനു മുമ്പും ധനസഹായം കൊടുത്തിട്ടുണ്ട്. അത് വളരെ താല്പര്യത്തോടെ തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം അവിടെ കിണർ പണിത് കൊടുത്തു. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഈ നിമിഷം DFO ഇവിടെ ഉണ്ട്. DFO പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പിന്നെ ആരുമായി ചർച്ച നടത്തണമെന്നുള്ളതാണ് ആവശ്യം. അത് DFOയോട് പറഞ്ഞിട്ടുണ്ട്. DFOയ്ക്ക് അറിയാം. ഈ ആനയെ വീണ്ടും കയറ്റിവിട്ടാൽ ഇവിടെ ആൾക്കാരുടെ ജീവന ഭീഷണിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് വസ്തുത അറിയാതെ പ്രതികരിക്കുന്നതുമല്ല. പക്ഷേ സർക്കാർ താല്പര്യമെടുത്ത് അത്ര കോടിക്കണക്കിന് രൂപയുടെ ഒരു വർക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടെല്ലാം പൂർണ്ണമായി എന്നല്ല ഞാൻ പറയുന്നത്. അത് വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസമാണ്. പക്ഷേ ആ വർക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ട ഉദ്യോഗസ്ഥർ കാര്യം ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് എനിക്ക്. സർക്കാരിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള വനംവകുപ്പാണ് പ്രശ്നം എടുത്തിട്ടുള്ളത്. വേഗതയിൽ ആ വർക്ക് മുന്നോട്ട് പോകുന്നില്ല. DFOയുമായി ചർച്ചയ്ക്കില്ല എന്ന് പറയുമ്പോൾ ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാവില്ലേ? അതൊക്കെ തീരുമാനം ഈ വർക്ക് എത്ര നാളെ തീർക്കാൻ കഴിയും? വർക്കിനകത്ത് ഇപ്പോൾ ഉള്ള ആ ഒരു നമുക്ക് അത് സ്പീഡ് ആയിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോകണം. അതിൽ ഉറപ്പിട്ടാൽ മാത്രമേ ഇപ്പൊ അതൊന്നും ഇല്ല. അത് പറയട്ടെ, ഒന്നുമല്ല. ഇത് ചേട്ടൻ ആരും ന്യായീകരിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഈ വർക്കിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഉത്തരം കിട്ടാതെ ആനയോടൊന്നും കയറ്റിക്കൊണ്ട് പോകില്ല. തീർച്ചയായും ജൽസി, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നിലപാട് MLA അടക്കം വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് കൃത്യമായ നിലപാട്. അതായത് മുമ്പും സമാനമായ സാഹചര്യങ്ങൾ ഇത് ജനത അനുഭവിച്ചതാണ്. ഈ ഫെൻസിംഗ് ജോലികൾ, അതായത് അതീവ സുരക്ഷ ഉള്ള അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള സുരക്ഷാ സംവിധാനം അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് അനുവദിച്ചിട്ടും ആ പ്രവർത്തനം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വനംവകുപ്പ് പരിശോധിക്കണം. കൃത്യമായ പരിശോധന ഉണ്ടാവണം. ആ പരിശോധിച്ച് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയ ശേഷം മാത്രം ഈ ആനയെ ഇവിടുന്ന്
കയറ്റുന്ന നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിലപാട് കോതമംഗലത്തിന്റെ MLA ആന്റണി ജോൺ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ നേരത്തെ തന്നെ ആവശ്യവും അത് തന്നെയാണ്. ആനയെ കരയ്ക്ക് കയറ്റുന്നതിലോ ഈ വീട്ടുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലോ MLA എന്ന നിലയിൽ എതിരല്ല. അതെല്ലാം നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ നടക്കേണ്ടതാണ്. പക്ഷേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യം കാലങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പ്രദേശത്ത് ജനജീവിതം അതീവ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആണ് ഉണ്ടാവുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിലവിൽ ഇപ്പോൾ ഇത്തരം ഒരു നിലപാടെടുത്തിരിക്കുമ്പോൾ ഈ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അത് ഇനിയും നീളുമോ? അതിന് തീരുമാനമുണ്ടാക്കേണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് തന്നെയാണ് ആന്റണി ജോൺ MLAയുടെ നിലപാട് എന്ന് പറയുന്നത്. കാരണം ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി സർക്കാർ ഒരറ്റത്ത് ശ്രമിക്കുമ്പോൾ അതിന് വിലങ്ങതടിയായി വനം വകുപ്പ് നിൽക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് ആന്റണി ജോൺ MLA എന്നുള്ളതാണ് വസ്തുത. കാരണം ഇത്രമാത്രം പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ട ഒരു വിഷയം, ആ വിഷയത്തിൽ ഈ പ്രവർത്തികൾ അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ആനയെ കിണറ്റിനകത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആനയെ സുരക്ഷിതമായി കരയ്ക്ക് കയറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. കരയ്ക്ക് കയറ്റണം. ആനയ്ക്ക് പരിക്കുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ അപകടകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകാണ്ട് നോക്കുകയും വേണം. എന്തായാലും അത്തരത്തിൽ ഈ പ്രാഥമിക ഘട്ട ചർച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി, അതായത് പഞ്ചായത്ത് തല ജനപ്രതിനിധികളുമായി നടത്തിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഒരു ഇത് അനിശ്ചിതത്വത്തിലേക്ക് പോയിരിക്കുന്നത്. അതായത് JCB ഉപയോഗിച്ച് വഴി വെട്ടി കിണറിടിച്ച് ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വീണ്ടും ഒരു തടസ്സത്തിലേക്ക് പോകുന്നത്. അതായത് ഈ നടപടിയുമായി തൽക്കാലത്തേക്ക്, അതായത് MLA തൽക്കാലത്തേക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആനയെ കരയ്ക്ക് കയറ്റിയ ശേഷം പിന്നീട് ഈ പദ്ധതിയുമായി തടസ്സം അതുപോലെ തന്നെ തുടരും, അല്ലെങ്കിൽ അത് ഒഴിയുമെന്നുള്ള നിലപാടാണോ? അങ്ങനെയാണോ? ഞാൻ ഈ കാര്യത്തിനകത്ത് MLA എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായമാണ്. ആ കാര്യത്തിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, മുമ്പത്തെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുമ്പത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലോ ഞാൻ ഈ ഒരു വർക്ക് സർക്കാർ അത്ര താല്പര്യം എടുത്തിട്ട് തന്നെയാണ് ഈ വർക്ക് ഇവിടെ കൊണ്ടുവന്നത്. ആ വർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് എനിക്കുള്ളത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള അലംഭാവം ഈ കാര്യത്തിലുണ്ട്. അതായത് ഈ MLAയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് വനം വകുപ്പിന്റെ ഒരു അലംഭാവമാണ്. പ്രത്യേകിച്ച് ഫെൻസിംഗ് അടക്കമുള്ള ജോലികളിൽ കൃത്യമായി അതെങ്ങനെ പൂർത്തിയാകുമെന്നുള്ള ഉറപ്പുകളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അത് സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ആനയെ കരയ്ക്ക് കയറ്റുന്നതിൽ ഈ നിലപാട് വിഘാതമായി നിൽക്കുന്നുണ്ടോ? ഒരു പരിധിവരെ അങ്ങനെ ഒരു കാര്യവും നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ആനയെ കരയ്ക്ക് കയറ്റേണ്ട ജോലികൾ നടന്നു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആളുകളുടെ ഒരു പ്രതിഷേധം വീണ്ടും ഉയർന്നിരിക്കുന്നത്. പക്ഷേ അത് ന്യായമായ ഒരു പ്രതിഷേധമാണ്. കാരണം നമ്മളടക്കം മുമ്പും ഇവിടെ സമാനമായ രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലെ രീതിയിൽ കിണറ്റിൽ കാട്ടാന അകപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. അന്നും ഇതുപോലെ തന്നെയായിരുന്നു. ഈ ആനയെ കയറ്റുന്നതിന് മുമ്പായി തന്നെ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആനയെ ഇവിടുന്ന് പിടികൂടി മാറ്റുമെന്നായിരുന്നു ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ്. പക്ഷേ അതിനുശേഷം ആനയെ കരയ്ക്ക് കയറ്റുകയും പിന്നീട് അവിടെ നിന്ന് പടക്കം പൊട്ടിച്ച് ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ആന ഏറെ അപകടകരമായ ഒരു ആനയായിരുന്നു. കാരണം ഈ ആന പലപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ വന്നു പെടുമ്പോൾ ടോർച്ചടിച്ചു കഴിഞ്ഞാൽ ആന ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആ ഒരു സ്വഭാവമുള്ള ആന തന്നെയായിരുന്നു. സമാന സ്വഭാവമുള്ള ആന തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. കാരണം നമുക്ക് ഈ പ്രദേശം തന്നെ അറിയാൻ പറ്റും. കാരണം വളരെയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ പറയുന്നത് അത് ന്യായമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല ആന ചാടിയത്. ഞങ്ങൾക്ക് ഇവിടെ നിയമവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് അവരുടെ പോരായ്ക്കാണ് അവിടെ ഇങ്ങോട്ട് കടന്നു വന്നാൽ ഇവിടെ വന്ന് ഏത് രീതിക്ക് നാട്ടുകാർ നടപടി എടുക്കാമോ എന്നുള്ളൊരു ഇതാണ് അവർ ചിന്തിച്ചു പോകുന്നത്. കഴിഞ്ഞ എവിടെയും കണ്ടുപോയി ഇത് തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് അത് തന്നെ പറഞ്ഞത്. തീർച്ചയായും ഈ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പഞ്ചായത്തിലെ വനാതിർത്തി മേഖലകളിൽ വന്യജീവി ശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾക്ക് വനം വകുപ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ വിലങ്ങുതടിയായിട്ട് നിന്നിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ MLA പറഞ്ഞ പോലെ തന്നെയാണ് MLA നിരന്തരമായ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫെൻസിങ് അനുവദിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ടുള്ള സമയബന്ധിതമായി അത് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾ നിരന്തരമായിട്ട് MLA ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ എന്താണ് നടന്നുകൊണ്ടിരിക്കേണ്ട ഓരോ പ്രോസസ്സും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമാകുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ ഞങ്ങൾ MLA ഒക്കെ ആയിട്ട് ചർച്ച ചെയ്താണ്. ആ ചർച്ചയിലും പെട്ടെന്ന് തന്നെ തീർക്കുമെന്നുള്ള പറഞ്ഞിട്ട് ഇപ്പോഴും അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിലവിൽ കോട്ടപ്പടി പഞ്ചായത്ത് മാത്രമല്ല, ഈ പ്രദേശത്തെ വനാതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ വന്യമൃഗശല്യം രൂക്ഷമായിട്ട് നിൽക്കുകയാണ്. ഇതിനകത്തൊരു ഉദ്യോഗസ്ഥരുടെ അലംഭാവം അത് വലിയ വീഴ്ചയ്ക്ക് കാരണമാകുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥന്മാർ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കോതമംഗലം നിയോജകമണ്ഡലത്തിലുള്ളത്. 5 പഞ്ചായത്തുകൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുകയാണ്. ഇവിടെ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 30 കിലോമീറ്റർ ഫെൻസിങ് എത്രയും വേഗം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവുമായി
തീരുമാനമെടുത്തിട്ട് അതുപോലും നടപ്പിലാക്കാൻ കഴിയാത്ത നിലപാടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. പ്രത്യേകിച്ച് മുട്ടത്തുപാറ എന്തായാലും വനം വകുപ്പിനെതിരെയാണ് ഇപ്പോൾ MLA അടക്കം നിലപാട് സ്വീകരിക്കുന്നത്. അവിടെ ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കൊരു തരത്തിൽ ഇത് വിഘാതമായിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും MLA പറയുന്നത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന പരിഹാരങ്ങൾ അത് പോരാ, ഒരു ശാശ്വതമായ പരിഹാരം ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ്, വളരെ ന്യായമായ ഒരു ആവശ്യം കൂടി നാട്ടുകാർ ആ പ്രദേശത്ത് ഉയർത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സിജോ വർഗീസ് നൽകിയത്.